Hey guys, welcome back to Thisni DIY D7. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് വീട്ടിലൊക്കെ വേസ്റ്റ് വരുന്ന കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്യൂട്ട് പെൻ സ്റ്റാൻഡ് ആണ്. ഒരു പൂച്ചക്കുഞ്ഞിന്റെ രൂപത്തിലാണ് നമ്മൾ ഈ പെൻ സ്റ്റാൻഡ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് മാത്രം മതി ഇത് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കണം. എന്നിട്ട് അതിലൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. സർക്കിളിന് വേണ്ടിയിട്ട് ഞാൻ 6 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പേപ്പർ നൈഫോ സിസറോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കാർഡ്ബോർഡിന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണം മേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കാർഡ്ബോർഡിൽ 6x6 സെൻറ്റിമീറ്ററിൽ 3 സ്ക്വയറുകൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള പാർട്ടുകളെല്ലാം എടുത്തു വെക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ കാർഡ്ബോർഡ് പീസസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പൂണ് മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഇപ്പം മൈദപ്പൊടി നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ എൻഡിലൊക്കെ ഒന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഈ കാർഡ്ബോർഡിൻ്റെ എൻഡിൽ കാണുന്ന ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മൈദ പേസ്റ്റ് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ എൻഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഉരച്ചു കൊടുക്കാം. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ വൈറ്റ് പേപ്പർ നമുക്ക് ഇതേ അളവിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഈ കാർഡ്ബോർഡിന് മുകളിൽ ഇഷ്ടമുള്ള കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് പിങ്ക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് ലൈറ്റ് പിങ്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് പിങ്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമുക്കിത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെയിൻറ് വെച്ച് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ 2 ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇനി പൂച്ചക്കുട്ടിയുടെ കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രാഫ്റ്റ് പേപ്പർ ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു വൈറ്റ് ഫാബ്രിക് പെയിൻറ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ പൂച്ചക്കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മുകളിൽ 2 ഡോട്ടുകൾ ഇട്ട് കൊടുക്കണം.
ഇനി പൂച്ചക്കുഞ്ഞിന് നോസ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് പിഗിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള നോസാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിങ്ക് കളറാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പൂച്ചക്കുഞ്ഞിന് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് മീശ വരച്ചു കൊടുക്കണം. ഇനി നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ ചെവിക്ക് വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് ഒരു പെൻസിൽ വെച്ച് ഇതിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കണം. ഇപ്പോൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു റോസിൻ്റെ ഇലയുടെ ഷേപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പിങ്ക് കളർ വെച്ച് പെയിൻറ് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. പൂച്ചക്കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചെവികൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെവിയുടെ ഒരു ഹാഫ് ഭാഗം മാത്രം കാണുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചെവിയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പൂച്ചക്കുഞ്ഞിന് കാല് വേണം. അതിനായിട്ട് ഞാൻ 2 ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്കോ വൈറ്റോ ബീഡ്സ് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു പൂച്ചക്കുട്ടിയുടെ ഷേപ്പിലുള്ള പെൻ സ്റ്റാൻഡ് ആണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് റൗണ്ട് ഷേപ്പിലുള്ള പെൻ സ്റ്റാൻഡ് ആണെങ്കിൽ നമ്മൾ എന്തായാലും അടിയിൽ ബീഡ്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പെന്നൊക്കെ വെക്കുമ്പോൾ ഉരുണ്ടു പോകാതെ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.